കേരളത്തിൽ കാലവർഷം സജീവമാകുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്രമഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും കടലാക്രമണ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായി വിലക്കും ഏർപ്പെടുത്തി. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP, UP ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തോട് ചേർന്നുള്ള മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ കൂടുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ കൂറ്റൻ ആൽമരം കടപുഴകി വീഴുകയും ചെയ്തു. തൃശൂരിൽ എരുമപ്പെട്ടിയിൽ കനത്ത മഴയെ തുടർന്ന് തെങ്ങ് കടപുഴകി വീണ് വീടിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. തീരദേശ മേഖലയിലായ ഫോർട്ട് കൊച്ചിയിലും മഴക്കെടുതി രൂക്ഷമാണ്. മൺസൂൺ ശക്തമാകുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിനാൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന സൂചനയാണുള്ളത്. തീരദേശ ജില്ലകളിലും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത വേണം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കണമെന്നും പറയുന്നു. മൺസൂൺ രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ മഴയും കാറ്റും ശക്തമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ വ്യാപിക്കാൻ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അടുത്ത 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ മൺസൂൺ മധ്യ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, സിക്കിം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്കും എത്തും. മൺസൂൺ മുന്നേറ്റം വേഗത്തിലാകുന്നതോടെ മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് ലഭിക്കുക. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്, മണ്ണിടിച്ചൽ, മരങ്ങൾ കടപുഴകി വീഴൽ തുടങ്ങിയ അപകട സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.